ചുറ്റിനും നിറയെ മരങ്ങൾ, നല്ല പച്ചപ്പ് മാത്രമല്ല, ആ മഴ പെയ്തതിൻ്റെ തുള്ളികളുണ്ടല്ലോ, തുള്ളികൾ ഇലകളിൽ തങ്ങി നിൽക്കുന്ന കാണാൻ നല്ല ഭംഗിയാണ്. ഭംഗി മാത്രമല്ല, നല്ല ഓക്സിജനും കൂടിയാണ്. അപ്പോൾ പറഞ്ഞു വരുന്നവരൊന്നുമല്ല, നാളെ ലോക പരിസ്ഥിതി ദിനം ജൂൺ 5. എല്ലാ വർഷവും എനിക്കൊരു ആചാരം ഉണ്ടായിരുന്നു. ഈ വർഷം ഞാൻ അവധി കൊടുത്തിരിക്കുന്നതാണ്. കാരണം ഇന്ത്യയിലെ വിവിധ സ്ഥലങ്ങളിൽ ഞാൻ വൃക്ഷത്തൈ നട്ടിട്ടുണ്ട്. അതുകൂടാതെ കേരളത്തിൽ തന്നെ വിവിധ സ്ഥലങ്ങളിൽ നട്ടിട്ടുണ്ട്. കഴിഞ്ഞ വർഷം സീപോർട്ട് എയർപോർട്ട് റോഡിലാണ് നട്ടത്. എല്ലാം ജൂൺ 5 പറയുന്നൊരു കഥയുണ്ട്, പലരും കേട്ട് കാണും. അതിലൊരു വലിയൊരു മെസ്സേജ് ഉണ്ട്. ഇതേപോലെ ഒരു പ്രായമുള്ളൊരമ്മ വഴിയോരത്ത് കുഴിയെടുക്കുന്നതാണ് വൃക്ഷത്തൈ നടാൻ വേണ്ടി. അപ്പോൾ അതിലേ പോയാൽ വളരെ കഷ്ടപ്പെട്ട് നടാൻ ഒരു ശ്രമം നടത്തുന്നതാണ്. അപ്പോൾ അതിലേ പോയ 2 കുട്ടികൾ ചോദിക്കും, അമ്മേ ഇത് നട്ട് വലുതായി ഇതിൽ നിന്നൊരു മാമ്പഴം പോലും നമുക്ക് കഴിക്കാൻ കഴിയില്ല. അപ്പോൾ അമ്മ തിരിച്ചു കൊടുക്കുന്ന മറുപടിയുണ്ട്, ഇതുവരെയും കഴിച്ച മാമ്പഴം എന്ന് പറയുന്നത് മറ്റാരോ ഇതേപോലെ ബുദ്ധിമുട്ടി വെച്ച് പിടിപ്പിച്ച മാവിൻ തൈയിൽ നിന്നുണ്ടായ മാമ്പഴമാണ്. അപ്പോൾ അവരോടുള്ള ഒരു കടപ്പാടും ഞാൻ ഈ ചെയ്യുന്നത് അടുത്ത തലമുറയുള്ള എൻ്റെ കടമയുമാണ്. അപ്പോൾ കടപ്പാടിൻ്റെയും കടമയുടെയും കഥയാണ് എനിക്ക് ഈ ജൂൺ 5 നിങ്ങളോട് പറയാനുള്ളത്. ഈ തവണ വൃക്ഷത്തൈ നടാതെ മാറി നിൽക്കുന്നതെന്ന് വെച്ചാൽ സർക്കാർ തീരുമാനിക്കട്ടെ എവിടേക്ക് ഇനി വെച്ച് പിടിപ്പിക്കണമെന്ന്, അല്ലെങ്കിൽ എവിടെയൊക്കെ പോരായ്മകളുണ്ട് എന്നുള്ളത്. കാരണം നമ്മൾ പല സ്ഥലങ്ങളിലും അതായത് പൊതുസ്ഥലങ്ങളിലൊക്കെ വെച്ച് പിടിപ്പിച്ചിട്ട് ഇപ്പോൾ അത് മനുഷ്യന് തന്നെ ആപത്തായി മാറുന്ന ഒരു കാലഘട്ടത്തിലൂടെ നമ്മൾ കടന്നു പോകണമെന്നുള്ളൊരു വിമർശനം ഇന്ന് നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് സർക്കാർ സംവിധാനത്തിലൂടെ പൊതുജനങ്ങളെ ഒപ്പം നിർത്തിക്കൊണ്ടായിരിക്കണം വരും വർഷങ്ങളിൽ ഇതിൻ്റെ പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോകാനെന്നാണ് എൻ്റെ അഭിപ്രായം. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി ഒരു പരിസ്ഥിതി ദിന ആശംസകൾ നേരുന്നുള്ളൂ.